ഹലോ. ദാണ്ടെ മക്കൾക്കൊരു ഷൂ മേടിക്കാനായിട്ട് നേരെ പെരുമ്പുഴയുള്ള ബൂട്ട്സ് ലാൻഡിലേക്ക് പോയി കേട്ടോ. നമ്മളെ പെരുമ്പുഴ ജംഗ്ഷന് മുന്നെയാണ് ബൂട്ട്സ് ലാൻഡ് വരുന്നത്. അവിടെ ചെന്ന് കയറി, മഴയത്താണ് കേട്ടോ അവിടെ ചെന്ന് കയറിയത്. അവിടെ ചെന്ന് ചെരുപ്പെല്ലാം ഊരി അകത്ത് ചെന്ന് സൈസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അവന്മാരുടെ സൈസിലുള്ള ചെരുപ്പില്ല കേട്ടോ. ആൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്പൈഡർമാൻ്റെത്. അത് മേടിച്ചാൽ നമുക്ക് നിലനിൽക്കുമോ? പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. സാരമില്ല പോട്ടെ, ഞങ്ങൾ വേറെ പോയി നോക്കട്ടെ എന്ന്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പെരുമ്പുഴ ജംഗ്ഷനിലുള്ള ഒരു ഷോപ്പിൽ കയറി കേട്ടോ. അവിടെ ചെന്ന് കയറിയപ്പോഴോ അവിടെ അവന്മാർക്ക് പറ്റിയ സൈസും ഇല്ല, എടുക്കുന്നതൊന്നും അവന്മാർക്ക് ഇഷ്ടപ്പെടുന്നതുമില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ വെറുതെ എല്ലാം കൂടെ വാരിയിടിച്ച് എല്ലാം നോക്കിയതിന് ശേഷം നേരെ അവിടുന്ന് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ നേരെ മൃഗാശുപത്രിക്ക് ജംഗ്ഷനിൽ പോയിട്ടോ. അത് നമ്മളെ വീടിൻ്റെ അടുത്തൊരു ജംഗ്ഷനാണ്. അവിടെ ചെന്നൊരു കടയിൽ ചെന്ന് കയറിയപ്പോഴത്തേനും അവിടെയും ആ മാമ കുറേ തപ്പി കേട്ടോ. ഒരുപാട് തപ്പിയിട്ടും എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്നതുമില്ല, അവന്മാരെ സൈസിനൊത്ത് കിട്ടുന്നുമില്ല. രണ്ടുപേർക്കും ഒരേ സൈസ് വേണ്ടേ, ഒരേ മോഡൽ വേണ്ടേ, അങ്ങനത്തെ പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരു രക്ഷയില്ലാതെ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് ജംഗ്ഷൻ വരെ പോയി കേട്ടോ. മാമയുടെ ഓട്ടോ വിളിച്ചു, മാമ വരും. ആ സമയം കൊണ്ട് ഞങ്ങൾ നടന്ന് ജംഗ്ഷനിലോട്ട് പോവാമല്ലോ എന്ന് വിചാരിച്ച് നടന്നതാണ്. അവിടെ ചെന്ന് നിന്നതോ കറക്റ്റ് കടയുടെ ഫ്രണ്ടിൽ. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, പിടിച്ചാൽ കിട്ടുമോ രണ്ടുപേരെയും? പിന്നെ ഉമ്മി കമ്പൂട്ടായി വേണം, മഞ്ചുമുട്ടായി വേണം, ആ മുട്ടായി വേണം, ഈ മുട്ടായി വേണം, മേടിച്ച് കൊടുക്കാതെ രക്ഷയുണ്ടോ? രണ്ടുപേരും ഇല്ലെങ്കിൽ ആ കട തിരിച്ചു വെക്കും, ഞങ്ങളെ റോഡിലിട്ട് നാറ്റിക്കും. അങ്ങനെ പിന്നെ 2 കമ്പൂട്ടായി മഞ്ചുമൊക്കെ മേടിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് മാമായ കാണാൻ രണ്ടുപേരും വീണ്ടും പോയി മുട്ടായി പാത്രത്തിൽ പിടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേനും പറഞ്ഞു ഇതിവിടെ ശരിയാവത്തില്ലേ എന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് അവർ രണ്ടുപേരെയും പിടിച്ച് മാറ്റി. അപ്പോഴത്തേനും ഭാഗ്യം എന്ന് പറയാം, മാമ വന്നു. അങ്ങനെ മാമയുടെ ഓട്ടോയിൽ കയറി നേരെ ഞങ്ങൾ വെച്ച് പിടിച്ചത് എങ്ങോട്ടാണ്? നമ്മളെ കുണ്ട്ര ആശുപത്രി മുക്കിലുള്ള ഫാക്ടറി സൈഡിൽ. അവിടെ ചെന്നാൽ എന്തായാലും കിട്ടാതിരിക്കത്തില്ല. ഇതുവരെ അവിടെ ചെന്നിട്ട് വിഷമിച്ചിറങ്ങിയിട്ടുമില്ല കേട്ടോ. അങ്ങനെ നേരെ അവിടെ ചെന്നപ്പോഴത്തേനും ഫസ്റ്റിൽ തന്നെ ഒരു ചെരുപ്പ് കണ്ട് ഞങ്ങൾ മാറ്റി വെച്ചായിരുന്നു. പിന്നെയും ഓരോന്ന് നോക്കാമല്ലോ എന്നും പറഞ്ഞ് ഓരോന്നും നോക്കി വന്നപ്പോഴത്തേനും ദാണ്ട കിടക്കുന്നു സ്പൈഡർമാനും സൂപ്പർമാനും. പിന്നെ പിടിച്ചാൽ കിട്ടുമോ? ഇല്ല ഉമ്മി, എനിക്കത് മതി. പക്ഷേ നമ്മൾ വിട്ടു കൊടുക്കുമോ? മക്കളെ, അത് പൊട്ടിയതാണ്, അളവില്ല എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തിയെങ്കിലും ഇനിയും കുറച്ച് നേരം കൂടെ ആ കടയിൽ നിന്നാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ 2 പേർക്കും ആദ്യം എടുത്ത് വെച്ച ചെരുപ്പ് തന്നെ ഫിക്സ് ചെയ്തു. അല്ലാതെ പിന്നെ വേറെ രക്ഷയില്ല. ഈ 2 ചെരുപ്പും പിന്നെ ഫിക്സ് ചെയ്ത് അത് മേടിച്ചു. അപ്പോഴത്തേനും എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഒരു ബാഗ് മേടിക്കാമെന്നും പറഞ്ഞ് അത് നോക്കാനായിട്ട് ഞാൻ പോയി. നല്ല ഡിസ്കൗണ്ട് സെയിലാണ് കേട്ടോ അവിടെ നടക്കുന്നത്. ഓണത്തിൻ്റെതാണ് ഡിസ്കൗണ്ട്. അങ്ങനെ ഞാൻ ഒരു ബാഗ് നോക്കി. ആ ബാഗിനാണെങ്കിൽ പകുതി വില ഉള്ളായിരുന്നു. പക്ഷേ എനിക്ക് ബാഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കളഞ്ഞിട്ട് വരാൻ തോന്നിയില്ല. എന്നാലും ക്രീം കളറ് നമുക്ക് പറ്റൂല. ഒരു ബ്ലാക്കോ നേവി ബ്ലൂ ഒക്കെ ആണെങ്കിൽ എടുക്കാമായിരുന്നു. ക്രീം കളറ് പെട്ടെന്ന് ചീത്തയാകും, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ പിന്നെ ആ മോഹം അവിടെ ഉപേക്ഷിച്ചിട്ട് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി. അല്ലാതെ പിന്നെ എന്താ ചെയ്യുക? പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഗിഫ്റ്റൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. മക്കൾക്ക് ചെരുപ്പ് മേടിച്ചപ്പോൾ തന്നെ ഗിഫ്റ്റ് കിട്ടിയിരുന്നു. അത് വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് മറന്നു പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ കമൻറ്റ് കൂടെ ചെയ്തേക്കണേ.